ആണല്ലോ. പിന്നെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ? ഇല്ല. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുണ്ടോ? ഉണ്ടല്ലേ. 4 5s are 20 ആണ് അല്ലേ. then 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് 5 into 4 അല്ലേ. then 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഇല്ല. then 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 20 ഉണ്ടോ? ഇല്ല. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഇല്ല. 10ന്റെ ഉണ്ട് അല്ലേ. 10 into 2 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞു. then 11 into 2 22 ആണ്, അപ്പോൾ അതില്ല. then 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ? അത് ഇല്ല. അപ്പോൾ ഇവിടെയുള്ള കോമൺ ഫാക്ടേഴ്സ് രണ്ട് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് 12 എഴുതാല്ലേ. ഓക്കേ, 1 2 3 4 6 12. അത് നമുക്ക് ഇവിടെ എഴുതാം. 1 2 3 4 6 12 ആണല്ലോ. ഇനി ഫാക്ടേഴ്സ് ഓഫ് 20 നോക്കാം. ഏതൊക്കെയാണ് നോക്കിയേ? 1 2 4 5 then 20. 1 2 4 5 10 20 ആണേ. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിൾ പോലൊക്കെ ചെയ്ത് തന്നിട്ട് നിങ്ങൾ അങ്ങനെ അത് ചെയ്യണ്ട കേട്ടോ. നമുക്ക് വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കണമെങ്കിലും ഈ ഒരു സർക്കിൾ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. ഇപ്പൊ ടീച്ചർ ഈ ചെയ്യുന്ന പോലെ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും ഫാക്ടേഴ്സ് എഴുതി. ഫാക്ടേഴ്സ് ഓഫ് 12 എഴുതി, ഫാക്ടേഴ്സ് ഓഫ് 20 എഴുതി. ഇനി മുകളിൽ ഒന്ന് മായ്ക്കുകയാണേ. അടുത്ത സ്റ്റെപ്പ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 and 20. ഓക്കേ, നിങ്ങൾ നോക്കിക്കേ. ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് 28 ഉം 1 ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നോക്കാം. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഇവിടെ അടുത്തത് 5 ആണ്, പക്ഷെ ഇവിടെ 5 ഉണ്ടോ? ഇല്ല. അപ്പൊ അത് കിട്ടും. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ടോ? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇവിടെ 12 ഉണ്ട്, ഇവിടെ 12 ഉണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ 10 ഉം 20 ഉം ഉണ്ട്, പക്ഷെ ഇവിടെ 10 ഉം 20 ഉം ഇല്ല. അപ്പൊ നമ്മൾ നോക്കുക രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് നോക്കുക. ഫാക്ടേഴ്സ് ഓഫ് 12 ഫാക്ടേഴ്സ് ഓഫ് 20 കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതുക. അതെല്ലാം സർക്കിൾ ചെയ്തൊന്ന് വെക്കുക. നിങ്ങൾ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വെച്ചിട്ട് ഇവിടെ എഴുതിയാൽ മതി. 1 2 and 4 is the common multiples of 12 and 20. മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള രണ്ടിന്റെയും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് ഓരോന്നിനകത്തുള്ള ഫാക്ടേഴ്സ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ താഴത്തോട്ട് മാറ്റുക. അടുത്ത സ്റ്റെപ്പ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഇവിടെ 12 ഉം 20 ഉം ആണ്, അത് എഴുതി. എന്നിട്ട് ഇതിനകത്ത് രണ്ട് ഫാക്ടേഴ്സിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് 12 ഉം 20 ആണ്. ഇതിനകത്ത് രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണോ അത് മാത്രം സർക്കിൾ ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ സർക്കിൾ ചെയ്തൊന്നും പഠിക്കണ്ട കേട്ടോ. പിന്നെ നോട്ട്ബുക്കിനകത്തോട് ഇങ്ങനെ എഴുതി എഴുതണം കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതി എഴുതുക. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. അതായത് അവിടെ എക്സസൈസ് 4.2 ബി, എക്സസൈസ് 4.2 ബി ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എക്സസൈസ് 4.2 ബി ആണ് കേട്ടോ. രണ്ടാമത്തെയാണ് ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതിനകത്തെ ആദ്യത്തെ പ്രോബ്ലം ടീച്ചർ ചെയ്യാനായിട്ട് പോകാൻ ശ്രദ്ധിച്ചിരിക്കാം. 8 and 16. അപ്പൊ ആദ്യം നമ്മൾ 8 എഴുതാൻ പോകണം കേട്ടോ. 8 1 into 8 8. രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ 2 into 4 8. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ അതിനകത്ത് 8 ഇല്ല. then 4 ആണ്. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എഴുതി അല്ലേ. 4 into 2 ആണ് 8. then 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 ഇല്ല. then 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല.
7 നോക്കുമ്പോൾ ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ഇല്ല, 12 ഇല്ല. അപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ അവിടെ. Then അടുത്തത് 16. 1 into 16, 16. Then രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 2 8s are 16 ആണല്ലോ. 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ അതിനകത്തില്ല. Then 4 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ 4 4s are 16. Then 5 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഇല്ല, 6 ന്റെ ഇതിനകത്തില്ല, 7 ന്റെ Then 8 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഉണ്ടല്ലേ, അത് നമ്മൾ ഇവിടെ എഴുതി. 8 into 2 ആണ് 16, അത് നമ്മൾ ഇവിടെ എഴുതി. 2 into 8 പോലെ എഴുതി. Then 9 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഇല്ല, 10 ന്റെ ഇതിനകത്തില്ല, 11 ന്റെ Then പിന്നെ എന്താണ് 12 ന്റെ ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? Factors of 8. ഏതൊക്കെയാണ്? 1 2 4 8. 1, 2, 4, 8. Then next factors of 16. 1 2 4 4 രണ്ടോടെ വന്നത് നമ്മൾ ഒരു 4 എടുത്താൽ മതി. 4 ഇവിടെ 4 കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ഓരോ നമ്പേഴ്സ് കൊണ്ട് അതിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ 4, then 8, then 16. 1 2 4 8, 16. The next common factors of ഏതൊക്കെയാണ്? 8 and 16 ആണല്ലോ. ഇതിന്റെ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് 8 ഉണ്ട്, ഫാക്ടേഴ്സ് ഓഫ് 16 കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നോക്കിയേ. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഇവിടെ 8 ഉണ്ട്, ഇവിടെയും 8 ഉണ്ട്. ഇവിടെ 16 ഉണ്ട്, പക്ഷെ ഇവിടെ അത് ഇല്ല. അപ്പൊ അത് കളഞ്ഞേക്കുക. ഏതൊക്കെയാണ്? 1 2 4 and 8 is the common factors of 8 and 16. ഇതിന്റെ ബന്ധപ്പെട്ട common factors ആണ് 1 2 4 and 8. മനസ്സിലായോ? എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നോക്കി കോമൺ ആയിട്ടുള്ളത് മാത്രം എടുത്ത് വെച്ച് എഴുതിയാൽ മതി. ഇത് എഴുതിയോ? Then B question 45, 30. നോക്കിയേ, ആദ്യം 45 ആണല്ലേ, 45 ആണ് എഴുതുന്നത്. 1 into 45 എന്ന് പറഞ്ഞാൽ 45. 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയേ, 45 divided by 3. 1 into 3 3 divided by 4 minus 3 1. 5 ഇറക്കി. 3 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 into 3 ആണ് 50. സോ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ 0 0. എത്ര പറയാം? 3 into 50 എന്ന് പറയുന്നത് എന്താണ്? 45 ആണ് ആണല്ലോ. Then next 4 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. 5 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 5 into 9 ആണ് എന്ത്? 45. Then 6 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് ഇല്ല, 7 ഇല്ല, 8 ഇല്ല. Then 9 ഉണ്ടല്ലേ, 9 5 എന്താണ്? 45 ആണ്. Then 10 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല, 11 ഇല്ല, 11 into 4 44 ആണ്, പതില്ല. Then 12 ന് ഇല്ല. ഓക്കേ, പിന്നെ ഉള്ളതിന്റെ ശക്തി 30 30. ഇത് എളുപ്പത്തിൽ പറയാൻ കാര്യം നമ്മൾക്കറിയാം. 5 അങ്ങനെയുള്ള നമ്പേഴ്സ് 45 55 35 25 അങ്ങനെ 5 ലാസ്റ്റ് വരുന്ന നമ്പേഴ്സ് ഒക്കെ മിക്കവാറും ഓക്കെ 1 വരും, 3 വരും. കാരണം 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 into 5 എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 30 നോക്കുമ്പോൾ 1 into 30 30. ഈ 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 30 divided by 2 നോക്കിയേ, 1 into 2 then 1 5 into 2 ഡിഫറൻസ് എടുക്കുമ്പോൾ 0 0. 2 into 50 വന്നു
എന്താണ് 30 ആണ് അല്ലേ. Then 4 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയുണ്ടോ ഇല്ല അല്ലേ. 7 4 are 28 അപ്പോൾ അത് പറ്റില്ല. Then 5 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 5 into 6 30 ആണ്. Then പിന്നെ എന്താണ് 6 വന്നു അല്ലേ. പിന്നെ നോക്കുകയാണെങ്കിൽ 6-നകത്ത് ഇത് തന്നെ 6 into 5 30. Then 7 ഇല്ല, then 8 ഇല്ല, then 9 ഇല്ല, then 10 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. then 11 ഇല്ല, 11 into 3 33, 11 into 4 44 പതില്ല. then 12 ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയേ 13 divided by 12 or 12 into 2 24. അപ്പോൾ 12 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് അത് 13 ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടേഴ്സ് ഓഫ് 45 എഴുതാം. 1 3 5 9 50 45. 1 3 5 9 50 45. Then ഇവിടെ factors of 30 നോക്കുമ്പോൾ 1 2 3 5 6 10 15 30. 1 2 3 5 6 10 15 30. ഇത്രയും നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്തെങ്കിലും കോമൺ ഫാക്ടർ ഇവിടെ മുകളിലോട്ട് എഴുതുകയാണേ. നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ സ്റ്റെപ്പ്. കോമൺ ഫാക്ടേഴ്സ് ഓഫ് 45 and 30 അല്ലേ. നോക്കുക, ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല, അപ്പൊ അത് കിട്ടും. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഇല്ല, ഇവിടെ 9 ഉണ്ട്, അവിടെ 9 ഇല്ല, അവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഇല്ല, 50 ഉണ്ട്, ഇവിടെയും 50 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്, ഇവിടെ 45 ഇല്ല. അപ്പൊ നമ്മുടെ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ സർക്കിൾ ചെയ്ത് വെച്ചു. 1 3 5 and these are the common factors of 45 and 30. കണ്ടോ, വളരെ സിമ്പിൾ ആണ് കേട്ടോ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വളരെ എളുപ്പം. പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ എഴുതി വെക്കണേ. ഇനി ഒരു പ്രോബ്ലം ഇവിടെ ടീച്ചർ ചെയ്തു തരാം. പിന്നെ ടീച്ചർ പറയുന്നതിനകത്ത് അതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് മാർക്ക് ചെയ്യണം. Then C നോക്കിയേ 24,48. എടുത്തേ സ്റ്റെപ്പ് ഒക്കെ ഇതുപോലെ തന്നെ എഴുതണം. കണ്ടുപിടിച്ചിട്ട് ഫാക്ടേഴ്സ് തന്നെ സെപ്പറേറ്റ് എഴുതിയിട്ട് അതിൽ നിന്ന് സർക്കിൾ ചെയ്ത് കോമൺ ഫാക്ടേഴ്സ് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് ഇല്ലെങ്കിൽ ആൻസർ ഞാൻ വെട്ടിക്കളയും. ആദ്യം 24 1 into 24 24. Then 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ 2 into 12 എന്താണ് 24. 3 ന്റെ 3ന് 3 into 8 24. ഇനി 4 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ 4 into 6 24. 5 നകത്തില്ല, 6 നകത്ത് എഴുതി അല്ലേ. Then 7 നകത്തില്ല, 8 നകത്തില്ല, 9 ഇല്ല, 8 നകത്ത് തന്നോട് എഴുതി 8 into 3 എഴുതി. 9 ഇല്ല, 10 ഇല്ല, 11 ഇല്ല, 12 തന്നോട് എഴുതി. അപ്പൊ അത്രയും കഴിഞ്ഞു. ഇനി 48 ആണ്. 48 ആകുമ്പോൾ 1 into 48 48. Then 2 ന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. 2 ന്റെ കണ്ടുപിടിക്കുമ്പോൾ 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 2s are 4 0 8.
then 2 is 4 into 2, 4 2s are 8. So 2 into 24 എന്ന് പറഞ്ഞാൽ 48 ആണല്ലോ. then 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് 48 ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 48നെ നോക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 3, 1 into 3 3, ഡിഫറൻസ് 1, 8 ഇങ്ങോട്ട് തരുന്നു. അപ്പോൾ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് 8 ഉണ്ടോ? ഉണ്ടോ? 6 into 8. അപ്പോൾ 3 into 16 48 വന്നു. then next എന്താണ്? 4 ഉണ്ട്. 4 ഉണ്ടല്ലേ? 48നെ 4 ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 1 into 4 4, ഡിഫറൻസ് 0, 8 അതുപോലെ എഴുതി. 2 into 4 8. അപ്പോൾ 4 into 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 48 വന്നു. അന്നേ ഇനി ഉള്ളത് 5-നകത്തില്ല. then 6-നകത്ത് നോക്കിയേ, ഉണ്ടോ? 6-നകത്ത് 6 into 8. then 7-നകത്തുണ്ടോ? ഇല്ലല്ലേ? then പിന്നെ എന്താണ്? 8-നകത്തുണ്ടോ? ഉണ്ടോ? then 9-നകത്തുണ്ടോ? ഇല്ല. then 10-നകത്തില്ല, 11-നകത്തില്ല, 12 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 4 into 12 48. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ഫാക്ടേഴ്സ് എഴുതാം. ഫാക്ടേഴ്സ് ഓഫ് 24. 1 2 3 4 6 8 12 24. 1 2 3 4 6 8 12, 24. The next factors of 48. 1 2 3 4 12 16 24 48. 1 2 3 4 6. Then 6 ഉണ്ട് കേട്ടോ. 6ഉം 8ഉം ഉണ്ട് കേട്ടോ. 6 8 ഉണ്ട്. 6 8, then 12, then 16, then 24, then 48. Okay. ഇനി നമുക്ക് കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം അല്ലേ? ഇത് മാറ്റിയാണെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ഏതൊക്കെയാ? 24 48. നോക്കുക, ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. എല്ലാത്തിന്റെയും കോമൺ ഫാക്ടറിൽ 1 വരും. കാരണം 1നെ ആ സംഖ്യ കൊണ്ട് കുറിക്കുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാത്തിന്റെയും കോമൺ ഫാക്ടേഴ്സ് 1 വരും. ആ പറയുന്ന സംഖ്യയും കിട്ടും. അപ്പോ 1 വന്നു. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. ഇവിടെ 8 ഉണ്ട്, ഇവിടെയും 8. 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്. ഇവിടെ 60 ആണ്, അതിന്റെ ഇല്ല, അപ്പൊ അത് കളഞ്ഞു. 24 ഇവിടെയും അവിടെയും ഉണ്ട്. 48 അവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ 2 എണ്ണം വെച്ച് ബാക്കി എല്ലാം ഉണ്ടല്ലേ? 1 2 3 4 6 8 12 and last and 24. This is the common factors of 24 and 48. Okay, മനസ്സിലായോ? അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതുപോലെ തന്നിട്ടുള്ള 2 നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യം 6 തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത്തെ തന്നതിന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. രണ്ടിന്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം 2 ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയിട്ട് രണ്ടിലുമുള്ള നമ്പേഴ്സ് ഇതാണ് സർക്കിൾ ചെയ്ത് നോക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് തന്നിട്ടുള്ള ഏതൊക്കെ നമ്പേഴ്സ് ആണോ അത് അതുപോലെ എഴുതിയിട്ട് ഈ വട്ടം വിട്ട് സർക്കിൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൊണ്ട് എടുത്തെഴുതുക. വളരെ എളുപ്പമാണ്. കുറച്ച് ശ്രദ്ധിച്ച് ആ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്ത ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 158 മൾട്ടിപ്പിൾസ് ആണ് കേട്ടോ. മൾട്ടിപ്പിൾസ് അതായത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും
ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 4 8. നോക്കിയേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ഫൈൻഡ് ദ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 4ന്റെ 4ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. 4ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളത് അതുപോലെ 1 into 4 4, 2 into 4 8, 3 into 4 12, 4 into 4 16, 5 into 4 20. ഇത്രയേ ഉള്ളൂ ഫൈൻഡ് ദ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയുന്നത്. ആൻസർ നമുക്ക് അവസാനം എഴുതാം. ഏതൊക്കെയാണ്? 4, 8, 12, 16 and 20. ഇത്രയുമാണ് 4ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഹെഡിങ് എഴുതുക. മൾട്ടിപ്പിൾസ് എന്ന ഹെഡിങ് എഴുതിയതിനു ശേഷം ഒന്നിന്റെ നമ്പറിന്റെ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. ഫൈൻഡ് ദ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതുപോലെ എടുത്ത് എഴുതുക. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് വേണം മൾട്ടിപ്പിൾസ് എഴുതാനായിട്ട്. Then second question, വേറെ നോക്കിയേ, find the first 5 multiples of 3 ആണ് ചോദിച്ചു. 3ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എഴുതാൻ ചോദിക്കാം. ഇതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 into 3 3, 2 into 3 6, 3 into 3 9, 4 into 3 12, 5 into 3 50. ഇതാണ് 3ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആൻസർ ലാസ്റ്റ് ഒന്ന് എഴുതുക. 3, 6, 9, 12 and 50. കണ്ടോ? എളുപ്പമല്ലേ? എളുപ്പമില്ലയോ? ഒരെണ്ണം കൂടെ ചെയ്യാം. Find the first 5 multiples of 7. ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ 7 ഉണ്ട്. അപ്പോൾ 7 ഒന്ന് ചെയ്യാം. 1 into 7 7, 2 into 7 14, 3 into 7 21, 4 into 7 28, 35. കണ്ടോ? പിന്നെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? 7, 14, 21, 28 and 35. കണ്ടോ? എളുപ്പമല്ലേ? ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓൾറെഡി നിങ്ങൾ 1 മുതൽ 12 വരെയുള്ളത് കാണാതെ പഠിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? ഇനി നിങ്ങളോട് എക്സാമിന് ചിലപ്പോൾ ഇതിപ്പോ എഴുതിയെടുത്തോ. ഓക്കെ, ഇതിൽ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് എഴുതി, അല്ലേ? ഇത് നിങ്ങളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾസ് എഴുതാൻ ചോദിച്ചാലോ? മൾട്ടിപ്പിൾസ് ഓഫ് 2. 2ന്റെ ആദ്യത്തെ 3 മൾട്ടിപ്പിൾസ് എഴുതാൻ ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് 3 ആണോ 2 ആണോ 5 ആണോ 4 ആണോ എന്ന് തന്നിട്ടുണ്ട്. 3 ആണെങ്കിൽ 1 into 2 2, 2 into 2 4, 3 into 2 6. ഇത് 3 എണ്ണം ചെയ്താൽ മതി. കാര്യം ആദ്യത്തെ 3 മൾട്ടിപ്പിൾസ് ആണ് എഴുതാൻ ചോദിക്കുന്നത്. 1 2 3 ഇത്രയും മാത്രം എഴുതിയാൽ മതി. എഴുതുക 2, 4 and 6. കണ്ടോ? ഇവിടെ എത്രയാണോ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക, അതനുസരിച്ച് മാത്രം അവിടെ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ എഴുതിയെടുക്കണേ, നോട്ടിനകത്ത് എല്ലാം എഴുതിയെടുത്തേക്കുക. ഇവിടെ ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ് ചോദിക്കുകയാണ്. ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ് ചോദിച്ചാൽ 2 എന്താ? 1 into 2 2, 2 into 2 4, 3 into 2 6, 4 into 2 8, 5 into 2 10, then 6 into 2
12. 7 into 2, 14. കണ്ടോ? ഇത്രയും. അതായത് 1 തൊട്ട് ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ്, ആദ്യത്തെ 7 മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. ആൻസർ എഴുതണം 2, 4, 6, 8, 10, 12 and 14. കണ്ടോ? എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് 7 ആണോ ഫസ്റ്റ് 6 ആണോ എത്രയാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കും. ഇനി നിങ്ങളുടെ പേജ് നമ്പർ 116 എടുത്തേ. പേജ് നമ്പർ 116. അതിനകത്തെ എക്സസൈസ് 4.3 നോക്കിയേ. കളർ ദ ബലൂൺസ് ഷോയിങ് മൾട്ടിപ്പിൾസ് ഓഫ് 3. നമ്മൾ 3ന്റെ ചെയ്തു അല്ലേ? അപ്പം 3ന്റെ മൾട്ടിപ്പിൾസ് വരുന്നത് അതിനകത്ത് ഏതൊക്കെ ബലൂൺ ആണോ അവിടെ കളർ ചെയ്യാനാണ് പറയുന്നത്. 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം 1 into 3 3, 2 into 3 6, 3 3s are 9, 4 3s are 12 അല്ലേ? അങ്ങനെ തുടങ്ങി ഇവിടെ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് 10 വരെ ആണെങ്കിൽ അവിടെ വരുന്നത് നോക്കിയിട്ട് അതിനകത്ത് 3ന്റെ മൾട്ടിപ്പിൾസ് 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണോ അത് അവിടെ കളർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. റെഡ് ഒഴിച്ചിട്ട് നിങ്ങൾ ബാക്കി എന്ത് കളർ വെച്ചിട്ട് വേണമെങ്കിലും കളർ ചെയ്തോ, കുഴപ്പമില്ല. അപ്പൊ ആദ്യം നമുക്ക് നോക്കുമ്പോൾ 1 into 3 3 ആണ്. അപ്പൊ അവിടെ 3 എന്നുള്ള ബലൂൺ നമുക്ക് കളർ ചെയ്യാം. 2 into 3 6 ആണല്ലേ? 2 3s are 6. അപ്പൊ 6 എന്നുള്ള ബലൂൺ നമുക്ക് അവിടെ കളർ ചെയ്യാം. Then 3 3s are 9 അല്ലേ? അപ്പൊ 9 എന്നുള്ളത് നമുക്ക് അവിടെ കളർ ചെയ്യാം. ഇനി നിങ്ങൾ ബാക്കി അതിനകത്ത് ഇതുപോലെ 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണോ വരുന്നത് അത് അവിടെ എന്ത് ചെയ്യുക, കളർ ചെയ്യുക. Then next fill in the blanks. നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന A question 50 is a multiple of dash and dash. 50 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ നമ്പർ വെച്ചിട്ടാണ് നോക്കിയേ. 3 into 5 ഉം 5 into 3 ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ആൻസർ എത്രയാണ്? രണ്ടും സെയിം ആണ്, 15 അല്ലേ? 3 5s are 5 3s are ആൻസർ 50 തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് 50 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആണ്? ആൻസർ എന്താണ്? 3 and 5. 3 into 5 ആണ് 50. 1 into 50 എന്ന് പറഞ്ഞാൽ 50 ആണ്. പക്ഷെ 1 എന്ന് പറയുന്നത് നമുക്കൊരു കോമൺ ഫാക്ടർ പോലെ അല്ലെങ്കിൽ ഏത് നമ്പേഴ്സിനെ ആ നമ്പറിനെ ഗുണിക്കുമ്പോൾ അത് ആ ഒരു നമ്പർക്ക് കിട്ടും എന്നറിയാം. അപ്പൊ നമ്മൾ അതല്ലാതെ വേറെ നമ്പേഴ്സ് നോക്കുമല്ലോ. അപ്പം പിന്നെ 50 കിട്ടുന്നത് 3 into 5 ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. Then second question 20 അല്ലേ? 20 എന്നുള്ളത് ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 5 into 4 4 into 5 ആൻസർ എന്താണ്? 20 അല്ലയോ? ശരിയല്ലയോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 5 and 4. ഇതല്ലാതെ നിങ്ങൾക്ക് കിട്ടും 2 into 10 ഉം 10 into 2 ഉം എന്താണ്? 20 ആണ്. അപ്പൊ നിങ്ങൾക്ക് 5 and 4 ന് പകരം 2 and 10 എന്ന് പറഞ്ഞാലും ആൻസർ ശരി തന്നെയാണ്. ഏത് മൾട്ടിപ്പിൾസ് ആണോ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് അത് അവിടെ എഴുതാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ എഴുതാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ dash is a multiple of 7 and 3. 7ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 7 and 3. So 7 into 3 equal to എത്രയാണ്? 7 3s are 21. So ആൻസർ ഏതാ? 21 is a multiple of 7 and 3. 7ന്റെയും 3ന്റെയും ഗുണനഫലം എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ് അല്ലേ? അടുത്തത് 30 is a multiple of dash dash and dash അല്ലേ? 30 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് നോക്കാം 30 അല്ലേ? 30 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 3 into 10 30 അല്ലേ? Then പിന്നെയും പറയാം 5 into 5
50 into 2 അതും 30 ആണ് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണമാണ് ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ 3, 10 and 5 50, 2 എന്ത് വേണമെങ്കിലും എഴുതാം. അതിപ്പോ 3 എണ്ണം ഉള്ളത് ഏതെങ്കിലും 3 എണ്ണം എഴുതുക. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. ഒരു നമ്പർ തന്നെ മൾട്ടിപ്പിൾസ് എന്താ എഴുതുന്നത് വെച്ചാൽ ആ സംഖ്യ ഏതെങ്കിലും രണ്ട് സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ആയിട്ട് കിട്ടണം എന്ന് മാത്രം ആലോചിക്കുക. അടുത്തത് 17 is a multiple of dash and dash അല്ലേ? 17 എന്ന് പറയുന്നത് അറിയാൻ 10 into 7 എന്ന് പറയുന്നത് 17 ആണ് അല്ലേ? അതുപോലെ തന്നെ 35 into 2 എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, 35നെ 2 കൊണ്ട് ഗുണിക്കാം. 5 into 2 10, 3 2 6, 6 plus 1 7 കണ്ടോ 70. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണോ അത് എഴുതുക. നിങ്ങൾക്ക് ഇങ്ങനെ 3 എണ്ണം ഫില്ല് ചെയ്യാനായിട്ട് എക്സാമിൽ ചോദിക്കത്തില്ല, 2 എണ്ണം വെച്ച് ഫില്ല് ചെയ്യാനുള്ളത് എക്സാമിൽ ചോദിക്കത്തില്ല. അപ്പൊ നിങ്ങൾ വലിയ സംഖ്യയിൽ കൊണ്ട് ഗുണിച്ചുള്ളത് തൽക്കാലം ചെയ്ത് നിങ്ങൾ നോക്കണം, അറിഞ്ഞിരിക്കുക. പിന്നെ 2 എണ്ണം വെച്ചിട്ട് 15 20 അതുപോലെ 26 then പിന്നെ 12 അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ എളുപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മൾട്ടിപ്പിൾസേ എക്സാമിന് ചോദിക്കുള്ളൂ. ഇനി ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. then അടുത്തത് അവിടെ 3 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ആണ്, ശരിയോ തെറ്റോ എന്നുള്ളത് ഹോംവർക്ക് ചെയ്യുക. then write the first 5 multiples of given numbers. കണ്ടോ, നാലാമത്തേത് write the first 5 multiples of a given number. അതിനകത്ത് 3ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. 3ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് നമ്മൾ ഇവിടെ ബുക്കിൽ ചെയ്തു. അത് നിങ്ങൾ സ്വന്തമായിട്ട് അവിടെ ചെയ്യുക. then 8ന്റെ നോക്കിക്കേ, 8ന്റെ വരുമ്പോൾ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 8ന്റെ 5 മൾട്ടിപ്പിൾസ് 1 into 8 8, 2 into 8 16, 24, 32, 40. ഇത്രയാണ് നമ്മളുടെ 8ന്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ്. നിങ്ങൾക്ക് അവിടെ 8 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളത് എഴുതുക. 8, 16, 24, 32, 40. 5 മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞേ കണ്ടുപിടിക്കാം. 40 കേട്ടോ. then നെക്സ്റ്റ് പറയുന്നത് 7 ആണ്. 7 നമ്മൾ ചെയ്തു ഓൾറെഡി അല്ലേ? അപ്പം അതവിടെ കഴിഞ്ഞു. then പിന്നെ ഉള്ളത് എന്താണ്? 12, 6, 20. അത് 3 നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫില്ല് ചെയ്തൊക്കെ പോയാൽ മതി. നോട്ട്ബുക്കിനകത്തോട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, മൾട്ടിപ്പിൾസിനകത്ത് അത്രയും മാത്രം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 7 അല്ലെങ്കിൽ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 8 അല്ലെങ്കിൽ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 9 അങ്ങനെയുള്ള രീതിയിലാണ് മൾട്ടിപ്പിൾസ് എന്നുള്ളതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമൺ മൾട്ടിപ്പിൾസ് ആണ്. എന്താണ് കോമൺ മൾട്ടിപ്പിൾസ്? പഠിക്കാനുള്ളത് കോമൺ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അത് വളരെയധികം എളുപ്പമാണ്. ഈ മൾട്ടിപ്പിൾസ് ചെയ്യുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നോക്കിയേ, നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 6 and 4. കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഫസ്റ്റ് 5 എന്നോ ഫസ്റ്റ് 6 എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഒരു 10 വരെയുള്ള കോമൺ മൾട്ടിപ്പിൾസ്, അതായത് 1 to 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പൊ ആദ്യം 6 ആണ് എഴുതുന്നത്. 1 into 6 അല്ലേ? ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. 1 into 6 6, 2 into 6 12, 3 into 6 18, 4 into 6
7 into 6 42, 8 into 6 48, 9 into 6 54, then 10 into 6 60. 10 വരെയുള്ള ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവിടെ ഇരിക്കും. ഇനി 4 ഇല്ലേ, 1 into 4 4, 2 into 4 8, 3 into 4 12, 4 4s are 16, 5 into 4 20, 6 into 4 24, 7 into 4 28, 8 into 4 32, 9 into 4 36 and 10 into 4 40. അപ്പം 1 മുതൽ 10 വരെയുള്ള 6ന്റെയും 4ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്പിൾസ് അതുപോലെ എഴുതി. ഇനി നമ്മൾ കഴിഞ്ഞ മുന്നേ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു അല്ലെ. ഫാക്ടേഴ്സ് കണ്ടിട്ട് അതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് റൗണ്ട് ചെയ്ത് വെച്ചെടുത്തില്ലേ, അതുപോലെ ഇത് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ 6 ഉണ്ട്. ഇവിടെ 6 ഉണ്ടോ? ഇല്ല. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഇല്ല. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഇല്ല. ഇവിടെ 12 ഉണ്ട്, 6 4 12 ഉണ്ട്. ഇവിടെ 16 ഉണ്ട്, ഇവിടെ ഇല്ല. 18 ഇവിടെ ഇല്ല. 20 ഇല്ല. 24 അവിടെ 6ലും 4ലും 24. then 30 ഇല്ല, 32 ഇല്ല. പിന്നെ എന്താണ്? 36 ഉണ്ടല്ലേ. 36 ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം common multiples of 6 and 4 equal to ഏതൊക്കെയാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്? 12, 24 and 36. കണ്ടോ? നമ്മൾ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ആദ്യം അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് റൗണ്ട് ചെയ്തെടുത്ത് എഴുതി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പമാണ്. നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എത്ര പാടില്ല. കാര്യം മൾട്ടിപ്പിൾസ് ഓൾറെഡി നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാവുന്നതുകൊണ്ട് ഇത് എടുത്ത് എഴുതാനായിട്ട് വലിയ പാടൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലി നോക്കി എഴുതിയാൽ മതി. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, രണ്ടിനകത്തും കോമൺ ആയിട്ട് ഇതുപോലെ എന്തൊക്കെയാണോ വരുന്നത് അതെന്ത് ചെയ്യുക, സർക്കിൾ ചെയ്ത് താഴെ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് തന്നിരിക്കുന്നത് 6 and 4 അതെന്ത് ചെയ്യുക, സർക്കിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്പേഴ്സ് അങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. കണ്ടോ? ഇനി വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പേജ് നമ്പർ 163 എടുത്തേ. പേജ് നമ്പർ 163 163. അതിനകത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് തന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ്. ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ്. അപ്പം 1 മുതൽ 10 വരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിന് മൾട്ടിപ്പിൾസ് എഴുതുക അല്ലേ. ആദ്യം 5 and 6 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് അതിനകത്ത് ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 5 and 6. നോക്കിയേ, അതായത് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 5 and 6. 6ന്റെ നമ്മൾ ഓൾറെഡി നേരത്തെ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 5ന്റെ ആണല്ലേ. 5ന്റെ 5 into 1 5, 5 into 2 10, 3 50, 5 into 4 20, 5 5s are 25, 5 into 6 30, 5 into 7 35, 5 into 8 40, then 5 into 9 45, 5 into 10 50. Okay, ഇതിനകത്ത് രണ്ടിന്റെയും മൾട്ടിപ്പിൾസ് നമ്മൾ ഇവിടെ എഴുതി. 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്പിൾസ് എഴുതി. ഇനി ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് തെരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ ഇല്ല. 5 ഇല്ല. then 10 ഉണ്ടോ? ഇല്ല. 50 ഇല്ല. then 20 ഉണ്ടോ? 20 ഇല്ല. then പിന്നെ എന്തുണ്ട്? 30 ഉണ്ടല്ലേ. ഇവിടെയും 30 ഉണ്ട്, ഇവിടെയും 30 ഉണ്ട് ഉണ്ടല്ലോ. then പിന്നെ എന്തുണ്ട്? പിന്നെ നമുക്ക് ഒന്നുമില്ല അല്ലയോ. അപ്പം നമുക്ക് ആദ്യത്തെ കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒന്നും അവിടെ ഇല്ല അല്ലേ. കാര്യം ഇവിടെ രണ്ടും കൂടെ നോക്കുമ്പോൾ ആകെ 30 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് എഴുതാനായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 5 and 6 equal to എത്രയാണ്? 30. ഒരെണ്ണമേ ഉള്ളൂ അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. 3 and 5 ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ ബി ക്വസ്റ്റ്യൻ കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 5 and 3. അപ്പൊ നമുക്ക് ആദ്യം 5ന്റെ മൾട്ടിപ്പിൾസ് എഴുതാം അല്ലേ. 5 into 1 5, 10, 15, 20, 25, 30,
45, 40, 45, 50. ആണല്ലോ. Then 3 ന്റെ common multiples എന്താണ്? 1 2 3 3 into 6 3 into 3 9 12 15 24 27, 30. ഇനി ഞാൻ നോക്കുക. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഇല്ല, then 10 ഇല്ല, then 50 ഉണ്ട് അല്ലേ? ഞാൻ ഇവിടെ 50 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. Then പിന്നെ നോക്കിയേ, എൻ്റെ 20 ഇല്ല, then പിന്നെ ഇവിടെ 30 ഉണ്ട്, 30 ഉണ്ട്. കണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 5 and 3. Multiples of 5 and 3 equal to 15, 30. അപ്പോൾ നിങ്ങളോട് അവിടെ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ, 1 to 10 വരെയുള്ള മൾട്ടിപ്പിൾസ് എഴുതുന്നുള്ളൂ, അതിൽ കൂടുതലായിട്ട് എഴുതുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ പരീക്ഷയ്ക്ക് 1 തൊട്ട് 10 വരെ ഇങ്ങനെയുള്ളത് മാത്രം എഴുതി നിർത്തുക. 11 into തൊട്ടും 12 to 30 അങ്ങനെ ചെയ്ത് പോവണ്ട കേട്ടോ. 10 വരെയുള്ളത് അങ്ങനെ പഠിച്ചാൽ മതി. Then see 2 and 4. 2 and 4 നോക്കി. 2 ഇന്നത് 2 4 6 8 10 12 14 16 18 20 ആണല്ലോ. Then 4 ഇന്നത് done. Okay. അപ്പോൾ നോക്കുക, ഇവിടെ 2 ഇല്ല, ഇവിടെ 4 ഉണ്ട്, 4 ഇവിടെ 8 8 12 12 ഇവിടെ 16 ഇവിടെ 16 then 20 ഇവിടെ 20. ഇവിടെ തന്നെ കുറേ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ കോമൺ multiples of 2 and 4. ഇവിടെ 4 ഉണ്ടല്ലേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ്, ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസും അല്ല. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 4 ആണ്, 4. രണ്ടാമത്തേത് 8, മൂന്നാമത്തേത് 12, അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ രണ്ട് 16 20 എഴുതണ്ട. കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ്, 2ന്റെയും 4ന്റെയും ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ് 6 കോമൺ മൾട്ടിപ്പിൾസോളം കിട്ടി. നമുക്ക് അപ്പോൾ അതിൽ നിന്ന് 3 എണ്ണം മാത്രം, ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് മാത്രം എഴുതിയാൽ മതി. കണ്ടോ? ഇതാണ് നമ്മുടെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ശരിക്കും ഇതുപോലെ വന്നു 10 വരെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് പോകേണ്ടത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. Then D 6 and 3 നോക്കിയേ, എഴുതിയിരിക്കണേ ഈ മോഡൽ ക്വസ്റ്റ്യൻ 3. ഓക്കെ, ഫസ്റ്റ് 6 ഫസ്റ്റ് 3 ഇവിടെ ഇല്ല, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെയും 12 ഉണ്ട്, then ഇവിടെ 18 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്, ഇവിടെ 24 ഉണ്ട്, ഇവിടെയും 24 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇവിടെയും 30 ഉണ്ട്. അപ്പം കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 6 and 3 ഫസ്റ്റ് 5 കോമൺ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ ഇവിടെ ശരിക്കും തന്നിരിക്കുന്ന ഹെഡിങ് വായിച്ചു നോക്കിയിട്ട് വേണം അത് എഴുതാൻ കേട്ടോ.
12 then 18. കണ്ടോ ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? ഇനി അല്ലാതെ നിങ്ങൾക്ക് രണ്ടുമൂന്ന് ഹോംവർക്ക് ചെയ്യാം. ടീച്ചർ ഇപ്പോൾ എയും ബിയും സിയും ഡിയും ചെയ്തു. ഇനി നിങ്ങൾക്ക് അതിനകത്തുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചർ പറയാം, ഇ ചെയ്യണം, അതുപോലെ തന്നെ എച്ച് ചെയ്യണം, ജി ചെയ്യണം കേട്ടോ. ഇതിനകത്ത് കോമൺ മൾട്ടിപ്പിൾസ് നോക്കുക. കോമൺ മൾട്ടിപ്പിൾസ് ഫുള്ള് കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് എഴുതുക. ഇ, ജി, എച്ച് 3 ഹോംവർക്ക്. ഓക്കെ. അടുത്തത് നോക്കിയേ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾസ് എടുത്തത്. അത് എളുപ്പമാണ്. കാര്യം ഇപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ കോമൺ മൾട്ടിപ്പിൾസ് 6 and 3 തന്നിട്ടുണ്ട്. ഞാൻ നമ്മളോട് ചോദിക്കുക, ഫൈൻഡ് ദ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്. ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾസ് ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണല്ലേ. 6 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എല്ലാം വലുതല്ലേ. അപ്പൊ ആദ്യം വരുന്നത് ഏത് മൾട്ടിപ്പിൾ ആയിരിക്കോ അതായിരിക്കും അതിനകത്ത് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വലിയ പാടെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും കാണിച്ചു തരുമോ? ഇതൊക്കെ എഴുതിയെടുക്കണേ. 6ന്റെ 8ന്റെ കോമൺ മൾട്ടിപ്പിൾസ് ആയിരിക്കും അല്ലേ? പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉണ്ടാവല്ലോ. ഇല്ലല്ലേ, ഇത്രേ ഉള്ളൂ അല്ലേ. അപ്പോ ഇതിനകത്തെ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ഏതാണെന്ന് വെച്ചാൽ നോക്കൂ. ഏതാണ്? ഒരു മൾട്ടിപ്പിളേ ഉള്ളൂ. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് വരുന്നത് 24 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം സ്മോളസ്റ്റ് common multiple of 6 and 8 എന്ന് പറഞ്ഞാൽ ഏതാണ്? 24 ആണ്. സംശയം എടുക്കണം. ബി നോക്കിയേ, 9 and 10 അല്ലേ? and 10 9. അതും ഈ ഒരു 90. ഇത് രണ്ടേ ഉള്ളൂ കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോ ഇവിടെ നമുക്ക് എഴുതാം സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് ഏതൊക്കെയാണ്? 9 and 10. ഏതാണ്? 90. കണ്ടോ? നോക്കിയേ, ഈ നോക്കിയേ, ഈ 3 and 4.
പിന്നെ എന്തുണ്ട് 24 24 then പിന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? the smallest common multiple 3 and 4 common smallest common multiple. പിന്നെ അത് രണ്ട് common multiples ആണ് 12 ഉം 24 ഉം. ടോട്ടൽ എത്ര ഉള്ളൂ? 9. ആണോ ജി? അപ്പോൾ ഇതിനകത്ത് രണ്ട് common multiples ആണ് നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള multiples കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 12 കിട്ടി 24 കിട്ടി. ഇതിനകത്ത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് ചെറിയത്? 12 ആണ്. നമുക്ക് ഏതാണ് സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 12. ഓക്കേ. അപ്പം അതിനകത്ത് ഹോംവർക്ക് ഒന്നും ചെയ്യേണ്ട. ടീച്ചർ ഈ ചെയ്ത മോഡൽ നിങ്ങൾ പഠിച്ചാൽ മതി. അത് നമുക്ക് എക്സാമിന് ഈ തന്നിട്ടുള്ള പ്രോബ്ലംസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്ക് അതായപ്പോൾ നമ്മുടെ കോമൺ മൾട്ടിപ്പിൾസും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് HCFഉം LCFഉം ആണ്. കണ്ടോ? ഓക്കെ. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇനി നമുക്ക് ആ ഒരു കാര്യം കൂടെ ആകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിയും. പിന്നുള്ള 5ാമത്തെ ചാപ്റ്റർ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടൈം ആൻഡ് കലണ്ടർ എന്നുള്ളൊരു ചാപ്റ്റർ മാത്രം നമ്മുടെ പരീക്ഷയ്ക്ക് മതി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് എന്നുള്ള ചാപ്റ്ററും പരീക്ഷയ്ക്ക് വേണ്ട. അത് രണ്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹയർ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് രണ്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിലബസിനകത്ത് നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്ക് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് 2 ചാപ്റ്റർ പഠിക്കേണ്ട. ഈ ഒരു ചാപ്റ്ററും ഇനി ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന ടൈം ആൻഡ് കലണ്ടർ എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതിനകത്തും എല്ലാം ഒന്നും പഠിക്കില്ല. ടീച്ചർ ജസ്റ്റ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ഔട്ട് ചെയ്തങ്ങ് പഠിച്ചു പോയാൽ മതി. വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്കത് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഇപ്പോൾ തൽക്കാലം ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. കോമൺ ഫാക്ടേഴ്സും കോമൺ മൾട്ടിപ്പിൾസ് ഇതെല്ലാം ഒരു ക്ലാസ്സിലെടുത്തതിൻ്റെ കാര്യം ഏകദേശം ഒരുപോലെയാണ് ഇത് രണ്ടും അല്ലേ. കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിന്ന് സർക്കിൾ ചെയ്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് രണ്ടിലും സർക്കിൾ ചെയ്തിട്ട് അതിൽ കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതുക. അതാണ് കോമൺ ഫാക്ടേഴ്സ്. കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പം. കാര്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി ഇന്ത്യയിൽ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് 1 തൊട്ട് 10 വരെയുള്ള തന്നിരിക്കുന്നതിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് ആ രണ്ടിലും തമ്മിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെ നമ്പേഴ്സ് ആണോ അത് സർക്കിൾ ചെയ്തെടുത്ത് എഴുതുക. പിന്നെ മൾട്ടിപ്പിൾസിന്റെ കാര്യത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഫസ്റ്റ് 5 അല്ലെങ്കിൽ ഫസ്റ്റ് 3 മൾട്ടിപ്പിൾസ് ഓഫ് 7 4 എന്ന് ചോദിക്കുമ്പോൾ അത് ശരിക്കും വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആദ്യത്തെ 3 എണ്ണം ആണെങ്കിൽ 3 എണ്ണം മാത്രം, 5 എണ്ണം ആണെങ്കിൽ 5 എണ്ണം മാത്രം. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഹോംവർക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. സംശയം എന്തെങ്കിലും ആണെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കാം. Okay then, thank you. Good morning dear students. Good morning. How are you? Are you fine? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ എല്ലാവരും? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? ഓക്കെ. നമ്മളിന്ന് കുറച്ച് കമ്പ്യൂട്ടറാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ഏതായിരുന്നു? ഇൻട്രൊഡക്ഷൻ ടു മൾട്ടിമീഡിയ. ഏതായാലും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൾട്ടിമീഡിയ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ മൾട്ടിമീഡിയ എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തായിരുന്നു മൾട്ടിമീഡിയ? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്. എന്തായിരുന്നു മൾട്ടിമീഡിയ എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിമീഡിയ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്, സൗണ്ട്, ആനിമേഷൻ, ഗ്രാഫിക്സ്, ഡിസൈൻസ് ആൻഡ് എന്തായിരുന്നു ട്രാൻസിഷൻ അല്ലേ? ടെക്സ്റ്റ്, സൗണ്ട്, ആനിമേഷൻ, ഗ്രാഫിക്സ്, ഡിസൈൻ, ട്രാൻസിഷൻ തുടങ്ങിയവയുടെ എല്ലാ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. നമ്മൾ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ? Multimedia software is a type of software in which you can combine text, videos, audio and image files to produce content in an enhancing way. എന്താണ് നമ്മൾ ഈ ടെക്സ്റ്റും വീഡിയോയും ഓഡിയോയും ഇമേജ് ഫയലും എല്ലാം കൂടെ സംയോജിപ്പിച്ച് അല്ലേ ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മിക്കാൻ കഴിയുന്ന അല്ലേ ഒരു എന്തായിരുന്നു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? അഡോബ് ഫോട്ടോഷോപ്പ്, ഡ്രീം വ്യൂവർ, ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ, മായ, 3D സ്റ്റുഡിയോ മാക്സ്,
ഷാഫ്റ്റ്സ് ഇല്ലേ? ഇത്രയും നമുക്കിതിന് എക്സാമ്പിളും പറഞ്ഞു. ഏതിന്? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? മൾട്ടിമീഡിയ എലമെന്റ്സ് എന്താണെന്ന് പഠിച്ചു ഇല്ലേ? ഏതൊക്കെയാണ്? ടെക്സ്റ്റ്, ഓഡിയോ, ഗ്രാഫിക്സ്, വീഡിയോ, ആനിമേഷൻ ആർ ദ 5 മേജർ മൾട്ടിമീഡിയ എലമെന്റ് ഇല്ലേ? 5 പ്രധാനപ്പെട്ട മൾട്ടിമീഡിയ എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ യൂസസ് ഓഫ് മൾട്ടിമീഡിയ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു യൂസസ്? ടീച്ചറിനൊന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ. ഏതൊക്കെയായിരുന്നു യൂസസ് മൾട്ടിമീഡിയയുടെ? Multimedia is most widely used in entertainment industry to develop special effect in movies and animation. അല്ലേ? എവിടാണ്? എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്ങിൽ നമ്മൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നു. എവിടാണ്? എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് ഇൻഡസ്ട്രി, ബിസിനസ് നീഡ് മൾട്ടിമീഡിയ ഫോർ പ്രസന്റേഷൻ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് എക്സെട്ര. അല്ലേ? ബിസിനസ് ആവശ്യങ്ങളിൽ ഏതൊക്കെ ആവശ്യങ്ങളിൽ? അവരുടെ പ്രസന്റേഷന് വേണ്ടിയിട്ട്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഈ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നു. അതുപോലെ വെർച്വൽ റിയാലിറ്റിയിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസസ് ഓഫ് മൾട്ടിമീഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? മീഡിയ പ്ലെയേഴ്സ് ഇൻ വിൻഡോസ് ആൻഡ് മാക് പഠിച്ചു ഇല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് റിക്വയർമെന്റ്സ് ഓഫ് എ മൾട്ടിമീഡിയ സിസ്റ്റം. മൾട്ടിമീഡിയ സിസ്റ്റത്തിലെ റിക്വയർമെന്റ്സ് നോക്കിക്കേ. എ മൾട്ടിമീഡിയ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്. അപ്പൊ മൾട്ടിമീഡിയയിൽ എന്തുണ്ട്? വേരിയസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനാദ്യം നമുക്ക് അതിലെ ഹാർഡ്വെയർ റിക്വയർമെന്റ്സിനെ കുറിച്ച് പഠിക്കാം. എന്തിനെ കുറിച്ച് പഠിക്കാം? ഹാർഡ്വെയർ റിക്വയർമെന്റ്സ്. The hardware must be capable of supplying the need of a multimedia system such as. ഇപ്പൊ എന്താണ്? ഹാർഡ്വെയറിന് കുറെ കാര്യങ്ങളിലെ മൾട്ടിമീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഹാർഡ്വെയറിന് സാധിക്കും. ഏതൊക്കെയാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് കേപ്പബിലിറ്റീസ്, പ്രോസസിംഗ് സ്പീഡ്, ഡിസ്പ്ലേ ഡിവൈസ്. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മൾട്ടിമീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ ഹാർഡ്വെയറിന് കഴിവുണ്ട്. ഹാർഡ്വെയർ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് സപ്ലൈങ് ദ നീഡ്സ് ഓഫ് എ മൾട്ടിമീഡിയ സിസ്റ്റം. ഏതൊക്കെയായിരുന്നു? പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് കേപ്പബിലിറ്റീസ്, പ്രോസസിംഗ് സ്പീഡ്, ഡിസ്പ്ലേ ഡിവൈസ്. The hardware components required for multimedia can be classified into 5. ഇല്ലേ? മൾട്ടിമീഡിയയ്ക്ക് ആവശ്യമായ നമ്മുടെ ഹാർഡ്വെയർ കമ്പോണന്റിനെ നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കിക്കേ? കണക്റ്റിംഗ് ഡിവൈസസ്, output devices, communicating devices, input devices, storage devices. അപ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ മൾട്ടിമീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണന്റ്സിനെ നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? കണക്റ്റിംഗ് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ റിക്വയർമെന്റ്സ് ഓഫ് എ മൾട്ടിമീഡിയ സിസ്റ്റം ഇല്ലേ? മൾട്ടിമീഡിയ സിസ്റ്റത്തിലുള്ള റിക്വയർമെന്റ്സ് ഏതൊക്കെയാണെന്നാ പറഞ്ഞത്? എ മൾട്ടിമീഡിയ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്. ഒരു മൾട്ടിമീഡിയ ഹാർഡ്വെയർ ആയിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. അതിൽ ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ദ ഹാർഡ്വെയർ എന്താണ്? മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് സപ്ലൈങ് ദ നീഡ്സ് ഓഫ് എ മൾട്ടിമീഡിയ സിസ്റ്റം അല്ലേ? ഏതൊക്കെയാണ്? മൾട്ടിമീഡിയ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഈ ഹാർഡ്വെയർ റിക്വയർമെന്റ്സിന് കഴിവുണ്ട്. അത് ഏതൊക്കെയാണ്? നീഡ്സ് ഏതൊക്കെയായിരുന്നു? പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് കേപ്പബിലിറ്റീസ്, പ്രോസസിംഗ് സ്പീഡ്, ഡിസ്പ്ലേ ഡിവൈസസ്. അതുപോലെ നമ്മൾ പറഞ്ഞു മൾട്ടിമീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് അല്ലേ? എത്ര ഹാർഡ്വെയർ കമ്പോണന്റിന് ആവശ്യമായിട്ടുള്ള ആ ഹാർഡ്വെയർ കമ്പോണന്റ് നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? കണക്റ്റിംഗ് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി അടുത്തതിലോട്ട് പോട്ടെ. മോണിറ്റർ, കീബോർഡ്, മൗസ്, സൗണ്ട് കാർഡ്, മെമ്മറി, പ്രോസസർ ആൻഡ് ഗ്രാഫിക്സ് ഡിസ്പ്ലേ കാർഡ് ആർ സം ഹാർഡ്വെയർ റിക്വയർമെന്റ്സ്. അപ്പോൾ ഹാർഡ്വെയർ റിക്വയർമെന്റ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മോണിറ്റർ, കീബോർഡ്, മൗസ്, സൗണ്ട് കാർഡ്, മെമ്മറി, പ്രോസസർ ആൻഡ് ഗ്രാഫിക് ഡിസ്പ്ലേ കാർഡ് ആർ സം ഹാർഡ്വെയർ റിക്വയർമെന്റ്സ്. ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുറച്ച് പേര് എഴുതാം. മോണിറ്റർ എഴുതാം, കീബോർഡ് എഴുതാം, മൗസ് എഴുതാം, സൗണ്ട് കാർഡ് എഴുതാം. ഇതെല്ലാം എന്താണ്? ഹാർഡ്വെയർ റിക്വയർമെന്റ്സുകളാണ്.
Right selection of multimedia hardware results in a qualitative multimedia presentation. ഇപ്പോൾ നമ്മൾ മൾട്ടിമീഡിയ ഹാർഡ്വെയർ നമ്മൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആ പ്രസന്റേഷൻ എന്തായിരിക്കും, ആ മൾട്ടിമീഡിയ പ്രസന്റേഷൻ അത്രമാത്രം ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. നല്ല ക്വാളിറ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്ന മൾട്ടിമീഡിയ ഹാർഡ്വെയർ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് സെലക്ഷൻ ആണ് നമ്മുടേതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രസന്റേഷൻ അത്രമാത്രം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് എന്താണ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്. എന്താണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്? എന്താണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ്? The software requirements deal with defining software resources requirements and prerequisites that need to be installed on a computer to provide the optimal functioning of an application. ഇല്ലേ, ഒരു ആപ്ലിക്കേഷന്റെ ആ ഒരു ഒപ്റ്റിമൽ പ്രവർത്തനം നൽകുന്നതിന് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ റിസോഴ്സസ് അതുപോലെ തന്നെ അതിന്റെ ആവശ്യകതകളും അതിന്റെ പ്രീ റിക്വസ്റ്റ് എല്ലാം നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സിലാണ്. എന്താ ടീച്ചർ പറഞ്ഞത്, നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ ആ ഒരു അതിന്റെ ഒരു പ്രവർത്തനം നമ്മൾ ഒപ്റ്റിമൽ പ്രവർത്തനം എന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം പ്രവർത്തനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സസും അതിന്റെ ആവശ്യകതകളും മുൻവ്യവസ്ഥകളും പ്രീ റിക്വസ്റ്റും ഇതെല്ലാം കൂടി നിർവചിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സിലാണ്. The software requirements deal with defining software resources requirements and prerequisites that need to be installed on a computer to provide optimal functioning of an application. അപ്പോൾ ഒരു ആപ്ലിക്കേഷന്റെ ഒപ്റ്റിമൽ പ്രവർത്തനം നൽകുന്നതിന് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഏതാണ്, അതിന്റെ ആവശ്യകത, അതിന്റെ പ്രീ റിക്വസൈറ്റ്സ് ഇതെല്ലാം നമ്മൾ നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സിൽ ആണ്. Some of the software used in multimedia are Dreamweaver, Adobe CS4, Flash Player, SketchUp, Movie Maker, etc. അപ്പോൾ നമ്മൾ ഹാർഡ്വെയറിന് എക്സാമ്പിൾ പറഞ്ഞു അല്ലേ? ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ഏതൊക്കെയായിരുന്നു? മോണിറ്റർ, കീബോർഡ്, മൗസ് തുടങ്ങിയവയൊക്കെയാണ്. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് വെച്ച് നമുക്ക് ഏതൊക്കെ എഴുതാം? Dreamweaver, Adobe CS4, Flash Player, SketchUp, Movie Maker. ഇത്രയും നമുക്ക് എന്തെഴുതാം? സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് വെച്ചാൽ ഈ പേരുകളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ റിക്വയർമെന്റ്സ് ഓഫ് എ മൾട്ടിമീഡിയ സിസ്റ്റം ആണ് പഠിച്ചത്. ഏതൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്? ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഇൻസ്റ്റാളിംഗ് എ മൾട്ടിമീഡിയ CD-ROM. ഇല്ലേ, ഒരു മൾട്ടിമീഡിയ CD-ROമിൽ നമ്മൾ ഈ മൾട്ടിമീഡിയ ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണ്? Many educational and skill learning programs are available on CD-ROMs. ഇല്ലേ, CD-ROMസിൽ എന്താണുള്ളത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽ ലേണിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ CD-ROമിൽ അവൈലബിൾ ആണ്. These programs are extremely interesting as they comprises to text, pictures, sound and animation. അപ്പോൾ അതില് ആ കൊടുത്തേക്കുന്ന പ്രോഗ്രാം നമ്മുടെ CD-ROമിലുള്ള പ്രോഗ്രാംസ് കൂടുതൽ നമുക്ക് എന്താക്കണം? കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് സൗണ്ട് ആഡ് ചെയ്യാം, ഇല്ല അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, പിക്ചർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ആനിമേഷൻസ് ഒക്കെ ചേർത്ത് CD-ROമിലുള്ള ആ പ്രോഗ്രാംസിനെ എഡ്യൂക്കേഷൻ ആയാലും സ്കിൽ ലേണിംഗ് ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാം. Students find them very interesting as they learn a lot while playing. You may easily install them on your computer. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾ കാണുവാണെങ്കിൽ അവരത് പെട്ടെന്ന് മനസ്സിലാക്കും അല്ലേ? ആ കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് അവരത് പഠിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെയാണെന്ന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ടു ഇൻസ്റ്റാൾ എ മൾട്ടിമീഡിയ CD ഫോളോ ദ ഗിവൺ സ്റ്റെപ്പ്. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അല്ലേ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, ഒരു 5 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, ഇൻസേർട്ട് CD-ROM ഇൻ ദ CD ഡ്രൈവ്. എന്ത് ചെയ്യണം? CD ഡ്രൈവിൽ നമ്മൾ CD-ROM ഇൻസ്റ്റാൾ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഓപ്പൺ കമ്പ്യൂട്ടർ ബൈ ഡബിൾ ക്ലിക്കിംഗ് ഇറ്റ്സ് ഐക്കൺ ഓൺ ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള കമ്പ്യൂട്ടറിന്റെ ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, ഡബിൾ ക്ലിക്ക് ദ
CD icon. എന്നിട്ട് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയതിനു ശേഷം CD ഐക്കണിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. Step 4. Now double click the setup icon from the CD content. അപ്പോൾ നമുക്ക് കുറച്ച് CD content വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റപ്പ് എന്ന് പറയുന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. Step 5. Complete the installation of software by following instructions step by step. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്റ്റാളേഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വരും. അത് നോക്കി അത് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാളേഷൻ എന്താണ് നമ്മൾ പൂർത്തിയാക്കണം. Now your software installation is complete and you can use the installed software. നമുക്ക് എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾഡ് ചെയ്ത സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ടു ഇൻസ്റ്റാൾ ഈ മൾട്ടിമീഡിയ CD ഫോളോ ദ ഗിവൺ സ്റ്റെപ്പ് ഇല്ലേ? നമ്മളൊരു മൾട്ടിമീഡിയ CD നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എത്ര സ്റ്റെപ്പ് ഫോളോ ചെയ്യണം? നമ്മൾ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഏതൊക്കെയാണത്? ഇൻസേർട്ട് CD-ROM ഇൻ ദ CD ഡ്രൈവ്. CD ഡ്രൈവിൽ CD-ROM ഇൻസേർട്ട് ചെയ്യുക. Step 2. Open computer by double clicking its icon on desktop. ഡെസ്ക്ടോപ്പിൽ കമ്പ്യൂട്ടറിന്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക. Step 3. Double click the CD icon. CD ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുക. Step 4. Now double click the setup icon from the CD content. അത് CD contentൽ വരുന്ന സെറ്റപ്പ് എന്ന് പറയുന്ന ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. Step 5. Complete the installation of software by following the instructions step by step. ഇല്ലേ? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാക്കുക. അപ്പോൾ എത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏത് ചാപ്റ്റർ? ഇൻട്രൊഡക്ഷൻ ടു മൾട്ടിമീഡിയ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? നമ്മൾ എന്താ പഠിക്കുന്നത്? മൾട്ടിമീഡിയ എന്താണെന്ന് പഠിക്കുന്നു, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ യൂസസ് ഓഫ് മൾട്ടിമീഡിയ അല്ലേ? മൾട്ടിമീഡിയയുടെ ഒരു യൂസ് നമ്മൾ 6 യൂസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ റിക്വയർമെന്റ്സ് ഓഫ് മൾട്ടിമീഡിയ, ഇൻസ്റ്റാളിംഗ് എ മൾട്ടിമീഡിയ CD-ROM. ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലെ എക്സസൈസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു അല്ലേ? ഡിഫൈൻ മൾട്ടിമീഡിയ. മൾട്ടിമീഡിയ നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. എന്തായിരുന്നു മൾട്ടിമീഡിയക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത ആൻസർ എഴുതിയത് എങ്ങനെയായിരുന്നു? മൾട്ടിമീഡിയയുടെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞേ. മൾട്ടിമീഡിയ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്, സൗണ്ട്, ആനിമേഷൻ, ഗ്രാഫിക്സ്, ഡിസൈൻ ആൻഡ് ട്രാൻസ്ലേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഏതെങ്കിലും 2 എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്. ഏതൊക്കെ എഴുതാം നമുക്ക്? അഡോബ് ഫോട്ടോഷോപ്പ് എഴുതാം, ഡ്രീംവീവർ എഴുതാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി 3 മൾട്ടിമീഡിയ എലമെന്റ്. ഏതെങ്കിലും 3 മൾട്ടിമീഡിയ എലമെന്റ്. നമ്മൾ 5 എണ്ണം സ്റ്റഡി ചെയ്തു. അതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഏതൊക്കെ എഴുതാം? ഗ്രാഫിക്സ്, വീഡിയോ, ആനിമേഷൻ അല്ലേ? ഏത് വേണമെങ്കിലും നമുക്ക് ഈ 5 എണ്ണത്തിൽ ഏത് 3 എണ്ണം വേണമെങ്കിലും നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. വൈ ഡു ബിസിനസ് നീഡ് മൾട്ടിമീഡിയ? ബിസിനസ്സിൽ എന്തിനാണ് നമ്മൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്? എന്തിനായിരുന്നു? ബിസിനസ് നീഡ് മൾട്ടിമീഡിയ ഫോർ പ്രസന്റേഷൻ, മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് എക്സെട്ര അല്ലേ? അവരുടെ പ്രസന്റേഷന് വേണ്ടിയിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ബിസിനസ്സിൽ ഈ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മൾ നോക്കാനുള്ളത് 5th ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മെൻഷൻ എനി 2 സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ മൾട്ടിമീഡിയ. മൾട്ടിമീഡിയയിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 സോഫ്റ്റ്വെയറിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് സ്റ്റഡി ചെയ്ത് തീർന്നതേ ഉള്ളൂ അല്ലേ? ഏതൊക്കെ എഴുതാം നമുക്ക്? സം സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ മൾട്ടിമീഡിയ ആർ സ്കെച്ചപ്പ് ആൻഡ് മൂവി മേക്കർ. നമ്മൾ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് പഠിച്ചില്ലേ? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. എന്താ? മെൻഷൻ എനി 2 സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ മൾട്ടിമീഡിയ. നമുക്ക് എന്തൊക്കെ എഴുതാം? ആ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സിന്റെ പേര് എഴുതണം. ഏതൊക്കെ എഴുതാം നമുക്ക്? സ്കെച്ചപ്പ് ആൻഡ് മൂവി മേക്കർ. ബാക്കി നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാലും മതി. ഓക്കെ. അപ്പോൾ ആൻസർ ദ ഫോളോയിങ് കംപ്ലീറ്റ്. ഇനി അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. there are dash major multimedia elements ഇല്ലേ? എത്ര മൾട്ടിമീഡിയ എലമെന്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? എത്ര മൾട്ടിമീഡിയ എലമെന്റ്സ് ഉണ്ടായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ? 5 മേജർ മൾട്ടിമീഡിയ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്താണ്? 5. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. മൾട്ടിമീഡിയ ഈസ് യൂസ്ഡ് ഇൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ടു ഡെവലപ്പ് സ്പെഷ്യൽ എഫക്റ്റ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ്. അപ്പോൾ നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ പറഞ്ഞു അല്ലേ? എന്തോത്തിലൊക്കെ സ്പെഷ്യൽ എഫക്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയായിരുന്നു? മൂവീസ് ആൻഡ് ആനിമേഷൻ ഇല്ലേ? മൂവീസിനും ആനിമേഷനും
മൂവീസ് ആൻഡ് ആനിമേഷൻ. അതായത് മൂവീസിലും ആനിമേഷനിലും സ്പെഷ്യൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എവിടെയാണ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഈ ഒരു മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡാഷ് ഡിപ്പെൻഡ് ഓൺ മൾട്ടിമീഡിയ ഫോർ ക്രിയേറ്റിംഗ് എ സിമുലേറ്റഡ് എൻവയോൺമെന്റ്. ഒരു സിമുലേറ്റഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ ഏതോ ഒരു ഇൻഡസ്ട്രി മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്? വെർച്വൽ റിയാലിറ്റി അല്ലേ. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെർച്വൽ റിയാലിറ്റി ആണ്. വെർച്വൽ റിയാലിറ്റി ആണ് നമ്മുടെ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? എൻവയോൺമെന്റ് ഒന്ന് സിമുലേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് വെർച്വൽ റിയാലിറ്റി ആണ് മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഈസ് വൺ ഓഫ് ദ മൾട്ടിമീഡിയ എലമെന്റ്. ഏതെഴുതാം നമുക്ക്? ആനിമേഷൻ എഴുതാം അല്ലേ. ആനിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൾട്ടിമീഡിയ എലമെന്റ് ആണ് ആനിമേഷൻ. Okay, next question, fifth. A multimedia system consists of various dash and dash requirements. നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഒരു മൾട്ടിമീഡിയ സിസ്റ്റത്തിൽ ഏതൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടെന്നാ പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഏതൊക്കെയാണ് റിക്വയർമെന്റ്സ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. Okay, അപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ 5, സെക്കൻഡ് മൂവീസ് ആൻഡ് ആനിമേഷൻ, തേർഡ് വെർച്വൽ റിയാലിറ്റി, ഫോർത്ത് ആനിമേഷൻ, ഫിഫ്ത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കിക്കേ. സി റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് വൺ ഓഫ് ദ മൾട്ടിമീഡിയ എലമെന്റ്. ഓപ്ഷൻ നോക്കിക്കേ. ഡേറ്റ, ഓഡിയോ, ബുക്ക്. ഇതിൽ ഏതാണ് മൾട്ടിമീഡിയ എലമെന്റ് ആയിട്ടുള്ളത്? ഏതാണ്? നമ്മൾ 5 മേജർ മൾട്ടിമീഡിയ എലമെന്റ് പഠിച്ചു ഇല്ലേ. അതൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാം. അപ്പൊ ഡേറ്റ ആണോ, ഓഡിയോ ആണോ, ബുക്ക് ആണോ മൾട്ടിമീഡിയ എലമെന്റ്? ഏതാ? ഓഡിയോ ആണ് അല്ലേ. ഓഡിയോ ഈസ് ദ വൺ ഓഫ് ദ മൾട്ടിമീഡിയ എലമെന്റ്. ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓഡിയോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓഡിയോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. Which one is the use of multimedia? Rename, alter, virtual reality. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ഏതിലാണ് നമ്മൾ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നത്? എവിടാണ്? റീനെയിം ചെയ്യാനാണോ, ആൾട്ടർ ചെയ്യാനാണോ, വെർച്വൽ റിയാലിറ്റിയിലാണോ? എവിടാണ്? നമ്മുടെ ഓപ്ഷൻ തേർഡ് ഏതാ? വെർച്വൽ റിയാലിറ്റി. എവിടാണ്? വെർച്വൽ റിയാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് വൺ ഓഫ് ദ ഹാർഡ്വെയർ കമ്പോണന്റ് ഓഫ് മൾട്ടിമീഡിയ. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഹാർഡ്വെയർ കമ്പോണന്റ്? ഏതാണ്? മൈക്രോഫോൺ, ഡ്രീം വീവർ, അക്രോബാറ്റ് റീഡർ. ഇതിൽ ഏതാണ് നമ്മുടെ ഹാർഡ്വെയർ കമ്പോണന്റ്? ഏതാണ്? മൈക്രോഫോൺ. ഇതാണ് മൈക്രോഫോൺ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The default media player for the Mac is dash. നമ്മൾ ഡിഫോൾട്ട് മീഡിയ പ്ലെയർ പഠിച്ചില്ലേ. അത് നമ്മൾ ഏതൊരു പേര് പഠിച്ചു? KM പ്ലെയർ ആണോ, iTunes ആണോ, MPC ആണോ? നമ്മൾ പഠിച്ച ഏതാ? iTunes ആയിരുന്നു അല്ലേ. ഏതാണ്? iTunes. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Adobe CS4 is a dash requirement. Adobe CS4 ഏത് റിക്വയർമെന്റ് ആണ്? ഹാർഡ്വെയർ റിക്വയർമെന്റ് ആണോ, ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ആണോ, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ആണോ? ഏതാണ്? സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമ്മൾ ഏതാണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷനിലെ ഫസ്റ്റ് ആൻസർ ഏതാ? ഓഡിയോ, സെക്കൻഡ് വെർച്വൽ റിയാലിറ്റി, തേർഡ് മൈക്രോഫോൺ, ഫോർത്ത് ഐട്യൂൺസ്, ഫിഫ്ത്ത് ഏതാണ്? സോഫ്റ്റ്വെയർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ള? സെക്ഷൻ ഡിയിൽ റീഅറേഞ്ച് ദ ജംബിൾഡ് ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഹിഡൻ വേർഡ്സ്. നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് റീഅറേഞ്ച് എന്താണ് തെറ്റിച്ച് തന്നിട്ടുണ്ട്, അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ്സ് ഏതാണോ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് വേർഡ് നോക്കിക്കേ. ആ അക്ഷരം വായിച്ചിട്ട് ആ ലെറ്റേഴ്സ് റീഅറേഞ്ച് നിങ്ങൾക്ക് ഏത് വേർഡാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് നോക്കിക്കേ. ഏത് പറയാം നമുക്ക്? മൾട്ടിമീഡിയ പറയാം അല്ലേ. ഏതാണ്? മൾട്ടിമീഡിയ. അപ്പൊ ഫസ്റ്റ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ് ഏതാ? മൾട്ടിമീഡിയ. ഫസ്റ്റ് വേർഡ്
മൾട്ടിമീഡിയ. ഓക്കെ, സെക്കൻഡ് നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞ ഏത് വേർഡ് നമുക്ക് പറയാം? വെർച്വൽ റിയാലിറ്റി. ഏത് പറയാം നമുക്ക്? വെർച്വൽ റിയാലിറ്റി. വെർച്വൽ റിയാലിറ്റി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കിക്കേ, തേർഡ് ഏത് വേർഡ് നമുക്ക് പറയാം? അതിൽ നിന്ന് എന്റർടൈൻമെന്റ്. ഏത് പറയാം നമുക്ക്? എന്റർടൈൻമെന്റ്. ഓക്കെ, ഫോർത്ത് വേർഡ് നോക്കിക്കേ, ഏത് വേർഡ് നമുക്ക് പറയാം? അത് നോക്കിയിട്ട് ഗ്രാഫിക്സ്. ഏത് പറയാം? ഗ്രാഫിക്സ്. ഫിഫ്ത് വേർഡ് നോക്ക്, നമുക്ക് ഏത് വേർഡ് പറയാം? ഓഡിയോ. ഏതാണ്? ഓഡിയോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വേർഡ് മൾട്ടിമീഡിയ, സെക്കൻഡ് വേർഡ് വെർച്വൽ റിയാലിറ്റി, തേർഡ് എന്റർടൈൻമെന്റ്, ഫോർത്ത് ഗ്രാഫിക്സ്, ഫിഫ്ത്ത് ഓഡിയോ. നമ്മുടെ ഈ ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഇൻട്രൊഡക്ഷൻ ടു മൾട്ടിമീഡിയ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഈ ചാപ്റ്ററിലെ നോട്ട്സ് ടീച്ചറി വീഡിയോയുടെ ബാലൻസ് നോട്ട്സ് ടീച്ചറി വീഡിയോയുടെ ബാലൻസ് ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ അത് പഠിക്കണം, നോട്ട്സ് എഴുതിയെടുക്കണം, പഠിക്കണം. നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അതുപോലെ നിങ്ങൾ റീഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ ഈ ചാപ്റ്ററിൽ? ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൾട്ടിമീഡിയ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടു. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.